അങ്ങനെ 2022 അവസാനിച്ചിരിക്കുകയാണ്. ആൻഡ് 2022 മരണപ്പെട്ടു പോയ ഒരു 15 ടെക്നോളജികളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൂഗിൾ അവരുടെ സ്ട്രീറ്റ് വ്യൂക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കൊടുത്തിട്ടുണ്ടായി. ആ ആപ്ലിക്കേഷനിലൂടെ നമ്മൾക്കൊരു സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന സമയത്ത് എന്തൊക്കെ കാണാമെന്നുള്ളത് ശരിക്കും നമ്മൾ അവിടെ ഇരിക്കുന്നത് പോലെ തോന്നിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഗൂഗിൾ മാപ്സിനകത്ത് തന്നെ സ്ട്രീറ്റ് വ്യൂ എന്ന പരിപാടി കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ആ ഒരു എക്സ്ട്രാ ആപ്ലിക്കേഷൻ ആവശ്യമില്ല. സോ അത് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും എടുത്ത് കളഞ്ഞു. നോർമലി നിങ്ങളുടെ ഒരു ഫോട്ടോ എനിക്കൊന്ന് അപ്ലോഡ് ചെയ്ത് ക്ലൗഡിലാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നേരെ പോവുക, നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിനകത്തേക്ക് പോയിട്ട് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുക, അല്ലേ? സോ പൊതുവേ കോമൺ ആയിട്ടുള്ള സാധനമാണ് ഗൂഗിൾ ഡ്രൈവ്. എന്നാൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആമസോണിനും അവരുടേതായിട്ടുള്ള ഡ്രൈവ് ഉണ്ടായി, ആമസോൺ ഡ്രൈവ്. ഈ ആമസോൺ ഡ്രൈവിനകത്ത് നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ് ഗൂഗിൾ ഡ്രൈവ് പോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇക്കൊല്ലം ആമസോൺ ഡ്രൈവ് ക്ലോസ് ചെയ്യുകയാണ്. ആക്ച്വലി എനിക്ക് ആമസോൺ ഡ്രൈവ് ഇത്ര ഓർമ്മയുള്ളതിന്റെ കാരണം ഞാൻ ആമസോണിന്റെ ആപ്പ് സ്റ്റോറിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. സോ അതിന് ഞാൻ യൂസ് ചെയ്തിരുന്നത് ആമസോൺ ഡ്രൈവ് ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു മെയിൽ വന്നു, ആമസോൺ ഡ്രൈവ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണ്, അതിനകത്ത് എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ദിവസം തരാം, അതിനുള്ളിൽ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചു എന്ന്. അതിനകത്തും 1 TB 2 TB ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഉണ്ടായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇപ്പം ഞാൻ കരുതുന്നത്, സപ്പോസ് നിങ്ങളൊരു 2 TB സ്റ്റോറേജ് എടുത്തു, എന്നിട്ട് അതിനകത്ത് മൊത്തം സാധനങ്ങൾ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മെയിൽ വരുവാണ്, ഞങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്, സോ ഡേറ്റയൊക്കെ സേവ് ചെയ്ത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ആ 2 TB ഡേറ്റ എങ്ങനെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കും? എടുത്താൽ തന്നെ ഞാൻ അത് എവിടെ സ്റ്റോർ ചെയ്യും? എനിവേസ് ആമസോൺ ഡ്രൈവ് ഇനി മുതൽ ഉണ്ടാവില്ല. അതുപോലെ ആമസോണിന്റെ അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് ആമസോൺ ഗ്ലോ. ആമസോൺ ഗ്ലോ എന്ന് പറഞ്ഞ സാധനം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡിവൈസ് ആണ്. ആമസോൺ ഗ്ലോയുടെ ഷേപ്പ് തന്നെ ഒരു വിയേർഡ് ആണ്. മുകളിലായിട്ട് നിങ്ങൾക്കൊരു ക്യാമറ കാണാം, ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ കാണാം. ഇത് നമ്മൾക്ക് ദൂരെയുള്ളവരായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. പക്ഷേ വീഡിയോ കോൾ നമുക്ക് സ്മാർട്ട് ഫോണും ചെയ്യാൻ പറ്റും. എന്താണ് ഇതിനെ വ്യത്യസ്തമായിട്ട് നിർത്തുന്നത് എന്ന് വെച്ചാൽ, ഇതിന് മുകളിലായിട്ടൊരു പ്രൊജക്ടർ ഉണ്ട്. ഈ പ്രൊജക്ടർ വഴി നമ്മുടെ ടേബിളിലേക്ക് എന്തെങ്കിലും പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. ആൻഡ് പ്രൊജക്ട് ചെയ്യുന്ന സാധനത്തിൽ നമുക്ക് ടച്ച് ചെയ്യാനായിട്ടും പറ്റും. ആൻഡ് ഈ ഡിവൈസ് ഇങ്ങേയറ്റത്തും അങ്ങേയറ്റത്തും ഉണ്ട് എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങളൊരു ചെസ്സിന്റെ ഗെയിം ഒക്കെ കളിക്കുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കളിക്കാൻ പറ്റുന്ന രീതിക്ക് നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സാധനമായിരുന്നു. പക്ഷേ ഇപ്പൊ അത് മേടിച്ചവർക്കൊക്കെ മെയിൽ വന്നിരിക്കുന്നത്, നമ്മൾ ഈ ഒരു പരിപാടി ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണ് എന്ന് മാത്രമല്ല, ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ച് പിക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്, പകരം നിങ്ങൾക്ക് മേടിച്ച ക്യാഷ് റീഫണ്ട് ചെയ്യൂ എന്നാണ്. ഇല്ല, ഞാൻ തരുന്നില്ല, ഞാൻ യൂസ് ചെയ്തോളം കുഴപ്പമില്ല, കാശ് വേണ്ട എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ആമസോൺ പറയുന്ന മറുപടി, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇവരുടേതായിട്ടുള്ള സെർവർ വേണം, ആ സെർവർ എന്ന് ഞങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. സോ അതിനുശേഷം ഈ സാധനം എന്ന് പറയുന്നത് വെറും കല്ല് പോലെ ആയിരിക്കും. ഇത് വർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓണാക്കാൻ പോലും പറ്റില്ല എന്ന്. സോ ഇന്നത്തെ കാലത്ത് നമ്മളൊരു ഡിവൈസ് മേടിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് ഓൺ പോലും ചെയ്യുന്നില്ല എന്ന് ഓർക്കുക. അടുത്ത കാൻഡിഡേറ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആണ്. ഇൻസ്റ്റാഗ്രാമിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, 2 ആപ്ലിക്കേഷൻസ് ഉണ്ടായി, ഹൈപ്പർ ലാബ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ബൂമറാങ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും. എന്നാൽ ഇതിന് തൊട്ട് ഈ 2 ആപ്ലിക്കേഷനും ഇല്ല. ഇത് രണ്ടും ഓൾറെഡി ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനകത്തുണ്ട്. വെറുതെ എന്തിനാണ് എക്സ്ട്രാ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഇത് രണ്ടും ആപ്പ് സ്റ്റോറിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായ ഒരു ഫീച്ചർ ആയിരുന്നു IGTV. അതായത് ലോങ് ആയിട്ടുള്ള വീഡിയോസ്, 1 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ പണ്ട് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അത് IGTV ആയിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്. പ്രിവ്യൂ മാത്രം 1 മിനിറ്റിലേക്ക് കാണും, പിന്നെ IGTV പോവും. എന്നാൽ ആ പരിപാടി ഇനി തൊട്ടില്ല. IGTV നിർത്തലാക്കിയിരിക്കുകയാണ്. ഒരു ബ്ലോഗ് പോസ്റ്റ് ഇട്ടിരുന്നു, ഇനി തൊട്ട് IGTV ഇല്ലാന്ന്. സോ എല്ലാം റീൽസിലേക്കാണ് പോകുന്നത്. 1 മിനിറ്റ് വീഡിയോ ആയിക്കോട്ടെ, 90 സെക്കൻഡ് വീഡിയോ ആയിക്കോട്ടെ, ഇതൊക്കെ റീൽസ് ഫീഡിന്റെ അവിടെ തന്നെ വരുന്ന രീതിക്കാണ് ആക്കിയിരിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ വർഷം ലീക്കായ ഒരു പേറ്റന്റ് ഫയൽ ഓർമ്മയുണ്ടോ? ഈ മെറ്റയുടെ ഭാഗത്തു നിന്നും അവരുടെ സ്മാർട്ട് വാച്ച് ഇറങ്ങാൻ പോകുന്നുവെന്ന്. അതിനെപ്പറ്റി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അത് വൈറലായി. കുറെ ആൾക്കാർ ഒരു വാച്ച് എപ്പോൾ വരും എന്ന് പറഞ്ഞ് ആകാംക്ഷയോടെ ഇരുന്നു. എന്നാൽ ആ വാച്ചിനോടൊപ്പം ഇറങ്ങേണ്ടിയിരുന്നൊരു സ്മാർട്ട് ഡിസ്പ്ലേ ഉണ്ട്. ഇത് രണ്ടും വരുന്നില്ല. വേറൊന്നുമല്ല, മെറ്റയുടെ ചീഫ് ടെക്നോളജി ഓഫീസർ പറഞ്ഞത് അതിൽ കുറേ സമയം പോകും, കുറേ R&D നടത്തണം, കുറേ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. അതൊരു തെറ്റായ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇനി ആ ഒരു ഏരിയയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല എന്ന്. 2016 ഗൂഗിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായി. അതിന്റെ പേരാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബിന്റെ തന്നെ കുറച്ച് ലൈറ്റ് വെർഷൻ ആയിട്ടുള്ള യൂട്യൂബ് ഗോ. സോ 2016 നമ്മൾക്ക് 4 GB റാം ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിരുന്നു. ഈവൻ 16 GB ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ട് എന്ന് പറയുന്നത് വരെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. സോ അന്നത്തെ കാലത്ത് അത്രയും കുറവ് റാമിൽ നമുക്ക് പൊതുവെയുള്ള യൂട്യൂബ് ആപ്ലിക്കേഷൻസ് ഒന്നും പിന്നീട് റൺ ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ കുറച്ച് ലൈറ്റർ വെർഷൻ ആയിട്ടുള്ള യൂട്യൂബ് ഗോ ഇറക്കി. യൂട്യൂബ് ഗോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്റർനെറ്റ് സ്ലോ ആണ്, നിങ്ങളുടെ ഡിവൈസ് സ്ലോ ആണ്, ക്രോം ബുക്സ് അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ ആപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് 4 GB റാം 6 GB റാം ഒക്കെ വളരെ കോമൺ ആയി തുടങ്ങി. പ്രോസസ്സേഴ്സ് ഒക്കെ ഭയങ്കര ഫാസ്റ്റായി. സ്റ്റോറേജ് 128 ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ആപ്ലിക്കേഷൻ ആവശ്യമില്ല എന്ന് യൂട്യൂബിലും അതേപോലെ ഗൂഗിളിലും തോന്നി. സോ അത്
ഡിസ്കണ്ടിന്യൂ ചെയ്യുക. ഇനി ആപ്പിളിന്റെ ഐക്ലൗഡിന് ഡോക്യുമെന്റ്സ് ആൻഡ് ഡേറ്റ സർവീസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക സർവീസ് ഉണ്ടായി. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണുകളിലും അതേപോലെ ഐപാഡ് അതിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന്റെ പ്രത്യേക ഡേറ്റകൾ ഉണ്ടാവുമല്ലോ, അത് മാത്രം സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ബാക്കപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സാധനം എടുത്ത് കളഞ്ഞു. അതിന് പകരം ഇതും ഐക്ലൗഡിന്റെ അകത്തേക്ക് തന്നെ ആക്കി. സോ ആ ഒരു ഡോക്യുമെന്റ്സ് ആൻഡ് ഡേറ്റ സർവീസ് പോയി. നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് GPS ഇട്ട് പോകാറുണ്ട്. ഇന്നത്തെ കാലത്ത് പുതിയതായിട്ട് വരുന്ന ഒരു 5-6 ലക്ഷം രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാറുകൾ വരെ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. അഥവാ ഫോൺ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ USB വഴി കുത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഡിസ്പ്ലേക്കകത്ത് മാപ്പൊക്കെ കാണിക്കുന്ന പരിപാടി. എന്നാൽ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്ന സാധനം കാറിനകത്ത് ഇല്ലാത്തവർ നോർമലി ആൻഡ്രോയിഡ് ഓട്ടോ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഹോൾഡറൊക്കെ വെച്ചിട്ട് അതിനകത്താണ് യൂസ് ചെയ്യാറുണ്ടായത്. പക്ഷേ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്ന സാധനം ഇനി തൊട്ട് സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു സാധനം കളഞ്ഞിരിക്കുകയാണ്. അതിന് പകരം ഗൂഗിൾ അസിസ്റ്റന്റ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഗൂഗിൾ അസിസ്റ്റന്റ് ഡ്രൈവിംഗ് മോഡ് എന്ന് പറയുന്ന പരിപാടിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അഥവാ ഗൂഗിൾ മാപ്പ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടാവും, താഴെ ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ടാവും, പിന്നെ സ്പോട്ടിഫൈയോ ആമസോൺ മ്യൂസിക്കോ എന്തെങ്കിലും പ്ലേ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ താഴെ ഉണ്ടാവും. സോ ആ ഒരു ഇന്റർഫേസിലേക്ക് മാറി. ആൻഡ്രോയിഡ് 11 അതിന് മുകളിൽ അപ്ഡേറ്റ് ചെയ്തവർക്കൊക്കെ ഈ ഒരു സാധനം ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറഞ്ഞ സാധനം പോയിട്ട് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ തന്നെയാണ് പരിപാടികൾ. സോ ഒഫീഷ്യലി ആ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ ഫോർ സ്മാർട്ട് ഫോണും ക്ലോസ് ചെയ്തു. അതുപോലെ ഗൂഗിൾ ഗെയിമിംഗ് ഇൻഡസ്ട്രീനെ ഇളക്കി മറിക്കാനായിട്ടൊരു സാധനം ഇറക്കിയായിരുന്നു, ഗൂഗിൾ സ്റ്റേഡിയ. ഗൂഗിൾ സ്റ്റേഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിയോ ഇറക്കിയിരിക്കുന്ന ജിയോ ഗെയിംസ് ക്ലൗഡ് ഇല്ലേ, അഥവാ നമ്മൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാണ്ട് തന്നെ ക്ലൗഡിലൂടെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ആ ഒരു പരിപാടി. ആ പരിപാടി ഗൂഗിൾ ഇറക്കി. അതിന് വേണ്ടി മാത്രമായിട്ടുള്ള കൺട്രോളേഴ്സ് ഇറക്കി, ഡിസ്പ്ലേസ് ഇറക്കി, സർവീസുകൾ ഇറക്കി. അതിനകത്ത് ഗെയിംസ് മേടിക്കാനായിട്ട് പറ്റിയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കാലത്തിന് മുന്നേ വന്നൊരു സാധനമാണ്. അതായത് അത്രയും വലിയ ഫാസ്റ്റുള്ള ഇന്റർനെറ്റൊക്കെ വേണ്ടി വരും, സീറോ ലേറ്റൻസിയിലൊക്കെ, ഓൾമോസ്റ്റ് സീറോ ലേറ്റൻസിയിലൊക്കെ കളിക്കണമെങ്കിൽ. സോ ഫൈനലി ഗൂഗിൾ വിചാരിച്ചു വേണ്ട, അതിന് കണ്ടിന്യൂ ചെയ്തവർക്ക് നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ് സ്റ്റേഡിയ ക്ലോസ് ചെയ്യുക. സ്റ്റേഡിയ ക്ലോസ് ചെയ്യുക മാത്രമല്ല, സ്റ്റേഡിയയുടെ ഹാർഡ്വെയർ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും റീഫണ്ടും കൂടെ കൊടുക്കുന്നുണ്ട് സകല സാധനത്തിൻ്റെ. സോ ഇനി തൊട്ട് ഗൂഗിൾ സ്റ്റേഡിയ ടാറ്റ ബൈ ബൈ. ഗൂഗിൾ കൊല്ലം കുറേ സാധനം ക്ലോസ് ചെയ്തു കേട്ടോ. അതിലൊരു സംഭവമാണ് നമ്മുടെ ഗൂഗിളിൻ്റെ ഹാങ് ഔട്ട്സ്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ഗൂഗിൾ ഹാങ് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. അതായത് നമുക്ക് ഗൂഗിൾ ജിമെയിലിനകത്ത് തന്നെ ചാറ്റ് ചെയ്യുന്ന പരിപാടി. ചാറ്റ് ചെയ്യുന്ന മാത്രമല്ല, നമുക്ക് വീഡിയോ കോൾസ് ഇടാം. അതേപോലെ ഈ സ്കൂൾ പിള്ളേർ, ട്യൂഷൻ പിള്ളേരൊക്കെ പഠിക്കുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ലെഗസി ആപ്ലിക്കേഷൻ ആയിരുന്നു. സോ അത് മാറി ഗൂഗിൾ ചാറ്റായി. ഗൂഗിൾ ചാറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിരുന്നു. ആൻഡ് ഇപ്പോൾ ഒഫീഷ്യലി ആ ഒരു ഹാങ് ഔട്ട്സ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞു. സോ മൊത്തത്തിൽ ക്ലോസ്ഡ്. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, 2 വർഷം മുന്നേ ഫേസ്ബുക്കും അവരൊരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഇറക്കിയായിരുന്നു, ഫേസ്ബുക്ക് ഗെയിമിംഗ് ആപ്പ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ലേ, ഫേസ്ബുക്ക് ഗെയിമിംഗ് ആപ്പ് അവരെങ്ങനെ ഇറക്കിയോ? ഈ ചിന്തയാണ് ഫേസ്ബുക്കിനെ കൊണ്ട് വേണ്ട ഈ ഒരു ആപ്ലിക്കേഷൻ ഈ കാര്യമില്ല വെച്ചിട്ട് നിർത്തലാക്കാമെന്ന് പറഞ്ഞ് തോന്നിയത്. സോ പ്ലേ സ്റ്റോറിന് ആപ്പ് സ്റ്റോറിനൊക്കെ എടുത്ത് കളഞ്ഞു. വന്നു പോയി അറിഞ്ഞു പോലും ഇല്ലാരും. പിന്നെ 2022 മരണപ്പെട്ടു പോയ ഒരു ടെക്നോളജി അഥവാ ഒരു സംഭവമായിരുന്നു ബ്ലാക്ക്ബെറി ഡിവൈസസ്. ഇതിനകത്ത് പൊട്ടത്തരായി പറയുന്ന ബ്ലാക്ക്ബെറി ഒക്കെ ചത്തിട്ട് കുറേ കാലം ഇപ്പോഴാണ് ചത്തു എന്ന് പറയുന്നത് എന്ന് വിചാരിക്കുന്നത് തെറ്റൊന്നുമില്ല. സംഭവം വേറൊന്നുമില്ല, ബ്ലാക്ക്ബെറി OS ഉണ്ടായില്ല. അവർ ഏറ്റവും ലാസ്റ്റ് വെർഷൻ ബ്ലാക്ക്ബെറി OS 7 അങ്ങനെ എന്തോ ആയിരുന്നു. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാൻ, അതിനകത്ത് നിന്ന് മെയിൽ അയക്കാനായിട്ട്, അതിൻ്റെ ആപ്പ് സ്റ്റോറും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനുള്ള സെർവറുകൾ ഉണ്ടല്ലോ, ആ സെർവറുകളെല്ലാം ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. സോ നിങ്ങളുടെ കയ്യിൽ പഴയ ബ്ലാക്ക്ബെറി ഉണ്ട് എന്നുണ്ടെങ്കിൽ, പഴയ ബ്ലാക്ക്ബെറി ഫോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം ഇനി തൊട്ട് നിങ്ങൾക്ക് നെറ്റൊന്നും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂല. സോ അതും ഷോക്കേസിൽ വെക്കാവുന്ന പീസായി മാറി. പിന്നെ 2022 നമ്മളെല്ലാവരും വിഷമിപ്പിച്ച ഒരു മരണമാണ് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട മൈക്രോസോഫ്റ്റിൻ്റെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. 90s ജനിച്ചവർക്ക് വളരെയധികം നൊസ്റ്റുള്ള ഒരു ബ്രൗസറായിരിക്കും. ഏറ്റവും ആദ്യമായിട്ട് ഇൻ്റർനെറ്റിലേക്ക് ഒരു ആക്സസ് കൊടുത്തതും പല ആൾക്കാർക്കും ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ തന്നെയായിരുന്നു. ആൻഡ് ഫൈനലി ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജ് എത്രയോ ബെറ്റർ ബ്രൗസറായി എന്നുള്ളതുകൊണ്ട് ഇനി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വെച്ചിരിക്കുന്നതിൽ കാര്യമില്ല എന്ന് ഗൂഗിളിനും മൈക്രോസോഫ്റ്റിന് മനസ്സിലായി. സോ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒഫീഷ്യലി കളഞ്ഞു. സൗത്ത് കൊറിയയിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ചത്തുപോയി എന്ന് പറയുന്ന ഗ്രേവും കാര്യങ്ങളൊക്കെ വെച്ച ഒരു വ്യക്തി. പക്ഷേ അതിൻ്റെ മുകളിൽ എഴുതിയേക്കുന്നത് മൈ ഡിയർ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മറ്റ് ബ്രൗസറുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നീ എന്നെ അധികം സഹായിച്ചിട്ടുണ്ട്. സോ താങ്ക് യു, റെസ്റ്റ് ഇൻ പീസ് എന്നാണ്. അവിടെയും ആക്കൽ. എന്നാലും 25 വർഷമായെന്ന് ആലോചിക്കണം കേട്ടോ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വന്നിട്ടേ. ആൻഡ് ഫൈനലി ആപ്പിളും കൊന്ന ഒരു ഡിവൈസാണ്, കുറേ കാലം മുന്നേ കൊല്ലേണ്ടതായിരുന്നു, ആപ്പിളിൻ്റെ ഐപോഡ് ടച്ച്. ഞാൻ പലപ്പോഴും ആലോചിക്കും ഈ ഐപോഡ് ടച്ച് കാണുമ്പോൾ, ഐഫോൺ ഉണ്ട്, പിന്നെ എന്തിനാണ് ഈ ഐഫോണിൻ്റെ സെയിം പ്രൈസിൽ ഈ ടച്ച് ഐപോഡ് മേടിക്കുന്നതെന്ന്. ഞാൻ മാത്രമല്ല, കുറേയധികം ആൾക്കാർ ചിന്തിച്ചു. ഭയങ്കര വലിയ സെയിലായതുകൊണ്ട് അവസാനം ഐഫോൺ ഉണ്ട്, വെറുതെ എന്തിനാണ് എന്ന് പറഞ്ഞ് നിർത്തലാക്കി കളഞ്ഞു ഐപോഡ് ടച്ച്. പക്ഷെ പണ്ടത്തെ ഐപോഡുകൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നമ്മുടെ ഐപോഡ് നാനോ, ഐപോഡ് ഷഫിൾ, ആദ്യത്തെ ഐപോഡ്, ഇതൊക്കെ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത ഡിവൈസുകളായിരുന്നു. പിന്നെ ഐഫോൺ വന്നപ്പോൾ പാട്ട് കേൾക്കാനായിട്ട് മാത്രം വേറൊരാൾ വേറൊരു ഡിവൈസ് മേടിച്ച് വെക്കുന്നതിലൊരു കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇയർഫോണൊക്കെ കുത്തി ആരാ പാട്ട് കേൾക്കുന്നത്, എല്ലാവരും ബ്ലൂടൂത്തിലേക്ക് മാറിയില്ലേ. സോ പോയി. സോ ഇത്രയും കാര്യങ്ങൾ കൂടാതെ 2022 ഇന്ത്യയിലല്ല പല കൺട്രീസിലും പോയ വേറൊരു സാധനമാണ് 3G. 3G പല ഒട്ടുമിക്ക കൺട്രീസിലും
അത് എക്സ്റ്റിങ്ക്റ്റ് ആയി. 3G ടവറുകളൊക്കെ ഷട്ട് ഡൗൺ ചെയ്തു, സർവീസുകളൊക്കെ നിർത്തി, റീചാർജുകളൊക്കെ ഇന്ത്യയിൽ പണ്ടേ നിർത്തിയായിരുന്നു 3Gയുടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തി. സോ നമ്മുടെ പഴയ iPhone 3G ഒക്കെ കയ്യിലുള്ളവർക്കൊന്നും ഇനി ഒരു സിം ഇട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കൊക്കെ ആയി. സോ 3G പോയി. ഇന്ത്യയിലും വൈകാതെ ഇപ്പോൾ BSNL 3G മാത്രമാണ് കിട്ടുന്നത്, ബാക്കിയെല്ലാം 3Gക്ക് നിർത്തലാക്കി. നെറ്റൊന്നും വരുന്നില്ലല്ലോ 3Gയിൽ. സോ അത്രയൊക്കെയുള്ളൂ 2022 ചത്തുപോയ ടെക്നോളജീസ്. വേറെ എന്തെങ്കിലും ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയുക. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചില അല്ലെങ്കിൽ ഇത് ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.